പന്തളം ക്ഷേത്രത്തിലാണ്, പൂഴിക്കാട് എന്ന് പറഞ്ഞ സ്ഥലത്താണ് നാടകം. അന്നത്തെ പ്രോഗ്രാം 8 മണിക്ക് തുടങ്ങും. 8-9 എക്സ്പീരിയൻസ് നമ്മളെ വിളിച്ചതിൽ സാറാണ്, സതീഷ് ചേട്ടനാണ്, സതീഷ് സംഗമിത്ര സാറാണ്, കൊച്ചിൻ സംഗമിത്രയുടെ ഡയറക്ടറും പ്രൊഡ്യൂസറുമാണ് സാറ്. അപ്പം സാറാണ് വിളിച്ചത്. സാറിനെ പോലുള്ളവരൊക്കെ എന്താ പറയുക, നമുക്ക് നല്ല ട്രെയിനിങ് തരുന്നുണ്ട്. അതുപോലെ കൂടെ അഭിനയിക്കുന്ന എല്ലാവരും 25-30 വർഷമൊക്കെ നാടക സമിതിയിലും ആ നാടക രംഗത്ത് പ്രാധാന്യമുള്ളവരാണ്, അഭിനയിക്കുന്നവരാണ്. അപ്പോൾ അവരുടെ എല്ലാം ട്രെയിനിങ് കൊണ്ട് കുഴപ്പമില്ലാതെ പോകുന്നു. ഇതിനു മുമ്പത്തെ നടത്തി വെച്ച അദ്ദേഹത്തിനെ ആദരിച്ചു അല്ലേ? എത്രാമത്തെ വർഷമായിരുന്നു അദ്ദേഹം? അദ്ദേഹം 50ാമത്തെ വർഷമാണ്. ഇരട്ട നഗരം എന്നാണ് നാടകത്തിൻ്റെ പേര്. കൊച്ചിൻ സംഗമത്തിലൂടെ 50ാമത്തെ വർഷത്തെ നാടകം ഇരട്ട നഗരം. അദ്ദേഹത്തിന് കഴിഞ്ഞ ദിവസം ആദരിച്ചായിരുന്നു, അവാർഡ് കിട്ടിയായിരുന്നു. ഷോർട്ട് ഫിലിം ഒക്കെ ഇറങ്ങി നല്ല ഷോർട്ട് ഫിലിം ഭയങ്കര വ്യൂ ആണ്, ഓർത്തില്ല കേട്ടോ ഇത്രയും. അപ്പോൾ ഒരുപാട് പേര് വിളിച്ച് അഭിനന്ദിച്ചു, നല്ലതാണ്. ആർക്കും അറിയത്തില്ലായിരുന്നു അഭിനയിക്കുമെന്ന്. ഇങ്ങനെ കുഴപ്പമില്ല, ചെയ്തു. എന്തായാലും ജനങ്ങൾ ഏറ്റെടുത്തു. അത് കഴിഞ്ഞു, ഒരുപാട് കഴിഞ്ഞു. മംഗളം ഓൺലൈൻ ഇന്നലെ അത് ഏറ്റെടുത്തായിരുന്നു. അത് അവർ എടുത്ത് ന്യൂസ് ആക്കിയായിരുന്നു. അതിൻ്റെ ലിങ്കൊക്കെ അയച്ചു. പിന്നെ നമ്മുടെ ഈ ഒരു ബ്രൈഡൽ മേക്കപ്പിന് പറ്റിയൊരു നല്ല വിമർശനം വന്നിട്ടുണ്ട്. നെഗറ്റീവ് സൈഡായാലും പോസിറ്റീവ് സൈഡായാലും. അതെ അതെ. അപ്പോൾ അതിനെങ്ങനെയാണ് മേഡം കാണുന്നത്? ബ്രൈഡൽ മേക്കപ്പ് എൻ്റെ ഒരു ഫ്രണ്ടാണ്. അവൾ എൻ്റെ ഒരല്ല, നല്ലൊരു ഫ്രണ്ടാണ് സുജ. അവൾ ആ മേക്കപ്പ് ആർട്ടിസ്റ്റാണ്, നല്ല ഉഗ്രൻ ഒരു മേക്കപ്പ് ആർട്ടിസ്റ്റാണ്. അവളാണ് പറഞ്ഞത്. അവൾക്കറിയായിരുന്നു, എനിക്കറിയായിരുന്നു ഇതിൻ്റെ പേര് എന്തെങ്കിലും പ്രശ്നം നടക്കും. പ്രശ്നമെന്ന് പറഞ്ഞാൽ നെഗറ്റീവ് കേൾക്കുമെന്ന്. പക്ഷെ അവളാണ് ധൈര്യം തന്നത്. അവൾ പറഞ്ഞു എന്ത് കേട്ടാലും കുഴപ്പമില്ല, ബ്രൈഡൽ മേക്കപ്പ് ചെയ്തേ പറ്റത്തുള്ളൂ എന്ന് പറഞ്ഞാണ് ചെയ്തത്. പിന്നെ കിച്ചുവിൻ്റെ അനുവാദം, വീട്ടുകാരുടെ അനുവാദം ഉണ്ടായിരുന്നു. ചെയ്തോളാം പറഞ്ഞ് എല്ലാവരും വീട്ടുകാർ നല്ല സപ്പോർട്ട്. എല്ലാവരും അപ്പോൾ ഇനിയും തുടർന്ന് ഇനി അവള് ചെയ്യുന്നുണ്ടെന്നാണ് പറഞ്ഞത്. ഇനിയും നമുക്ക് ചെയ്യണം എന്ന് പറഞ്ഞു. നെഗറ്റീവ് പറയുന്നവരുടെ എനിക്കൊന്നും പറയാനില്ല, ഞാനതൊന്നും മൈൻഡ് ചെയ്യാറില്ല. നെഗറ്റീവ് കേൾക്കുമ്പോൾ ഞാൻ സത്യം പറഞ്ഞ കൂടുതലും സ്ട്രെങ്ത് ആവുകയാണ്. അത്രേ എനിക്ക് പറയാം. ഒരെണ്ണം ചെയ്തായിരുന്നു, ഒരു ടൈറ്റിൽ ഷൂട്ട് കഴിഞ്ഞതേ ഉള്ളായിരുന്നു. നമ്മുടെ കൊല്ലം മണികെട്ട് അമ്പലത്താണ് ചെയ്തത്. കണ്ണിമാങ്ങ പ്രൊഡക്ഷൻസ് ആണ്. ഒരു ഡയറക്ടറിൻ്റെ പേര് പ്രശാന്ത് പൊന്മനച്ചേട്ടനാണ്. അതുപോലെ അതിൻ്റെ ടൈറ്റിൽ ഷൂട്ട് കഴിഞ്ഞതേ ഉള്ളൂ. ബാക്കി ഷൂട്ട് ഉടനെ നടക്കുമെന്നാണ് അറിയിച്ചേക്കുന്നത്. പിന്നെ ചേട്ടൻ്റെ സഹപ്രവർത്തകർ അവർ ഫ്രീ ഒക്കെ ആകുമ്പോൾ മെസ്സേജ് അയക്കാറുണ്ട്, വിളിക്കാറുണ്ട്. ചേട്ടൻ്റെ ഒരു ഓർമ്മ സ്വപ്നത്തിലൂടെ അത് പണ്ടായിരുന്നു, പണ്ട് കണ്ടതാന്ന് തോന്നുന്നു. പണ്ട് ആദ്യം ആ സമയത്ത് മരിച്ച സമയത്ത് കണ്ട സ്വപ്നമാണ്. ഈയിടയിൽ അങ്ങനെ ഞാനൊന്നും ഓർത്തെടുക്കാറില്ല സ്വപ്നം. നിങ്ങൾ രണ്ടുപേരും ആഗ്രഹിച്ചതാണ് ഒരു വീട് സ്വന്തമായിട്ട് വേണം. ഏറ്റവും വലിയ സ്വപ്നമായിരുന്നു വീടുള്ളത്. അപ്പം ആ വീട് എത്തിയപ്പോൾ അദ്ദേഹം ഇല്ല അല്ലെ? അപ്പൊ എങ്ങനെയാണ് ആ സ്വപ്നം യാഥാർത്ഥ്യമാക്കിയ അദ്ദേഹം ഇല്ലാത്ത അവസ്ഥ? അദ്ദേഹം ഇല്ല എന്ന് പറയാൻ പറ്റില്ല. കാരണം അവിടെ എവിടെ ചെന്നാലും അദ്ദേഹമാണുള്ളത്. സുധി ലയോൻ തന്നെയാണ് ആ വീടിൻ്റെ പേര്. അതുപോലെ അവിടെ ഫുള്ളും ചേട്ടൻ്റെ ഒരു സാന്നിധ്യം തന്നെയാണ്. നമ്മൾ വീടിനകത്ത് കയറുമ്പോൾ തന്നെ അറിയാൻ പറ്റും. ഫ്രണ്ടും ഇട്ട് അകത്തെല്ലാം ഫുള്ളും ഇതാണ്, സുധി ലയം തന്നെയാണ്. അപ്പോൾ ചേട്ടനില്ലെന്ന് പറയാൻ പറ്റത്തില്ല, അവിടെ ഉണ്ട്. തീർച്ചയായിട്ടും അവൻ എപ്പോഴും ചോദിക്കും നാടകമൊക്കെ എങ്ങനെ പോകുന്നു എന്നൊക്കെ ചോദിക്കാറുണ്ട്. ഇല്ല, അവൻ എക്സാമും കാര്യങ്ങളും പഠിത്തമൊക്കെ ആയിട്ട് ഇതുവരെയായിട്ട് വന്നിട്ടില്ല. അപ്പോൾ അടുത്ത പ്രാവശ്യം ഇനി കൊല്ലത്ത് എവിടെയെങ്കിലും നാടകം ഉണ്ടെങ്കിൽ അവരൊക്കെ കാണാൻ വരുമെന്ന് അറിയിച്ചിട്ടുണ്ട്. കല്യാണം കഴിഞ്ഞിട്ട് 2017 വർഷമാണ്. 6 വർഷമാകും. കിച്ചു പഠിച്ചുകൊണ്ടിരിക്കുന്നു, നന്നായിട്ട് ഹാപ്പിയാണ് അവൻ. എന്നും വിളിക്കാറുണ്ട്, സംസാരിക്കും. കുഞ്ഞതിന് മൂത്ത മോന് 20 വയസ്സായി. ഈ നവംബർ ആയപ്പോൾ 20 ആയി. ഒരു ഇന്റർവ്യൂല് കേട്ടായിരുന്നു ചേട്ടൻ മുമ്പേ സ്വപ്നം കണ്ടായിരുന്നു. അതൊരു ചേട്ടനെ കല്യാണം കഴിച്ച് ഞാൻ കൊല്ലത്ത് നിന്ന സമയത്ത് ഞാൻ കണ്ടിട്ടുണ്ട്. ചേട്ടനോട് ഞാൻ പറയുകയും ചെയ്തായിരുന്നു. ഞാനാ കണ്ടത്. ചേട്ടൻ പറഞ്ഞു അയ്യോ അതൊന്നും വിഷമിക്കണ്ട, പ്രാർത്ഥിക്കാൻ പറഞ്ഞു. പ്രാർത്ഥിച്ച പള്ളിയിലൊക്കെ പോയി. അപ്പൊ അങ്ങനെ
അപ്പൊ എങ്ങനെയാ ഇന്നിപ്പം അഭിനയത്തിലോട്ട് ഇറങ്ങിയപ്പം കൊല്ലം ചേട്ടൻ ഇഷ്ടപ്പെടുന്ന ഒരുപാട് ജനങ്ങളുണ്ട് അല്ലേ? അതെ, അതെ. അപ്പൊ അവരൊക്കെ എങ്ങനെ ചേച്ചിയാ? എല്ലാവരും ചേട്ടനുള്ള സ്നേഹം, ഒരുപാട് പേര് ആ സ്നേഹം ഇപ്പോഴും കാണുമ്പം ചേട്ടനെ കാണുന്ന പോലെ തന്നെ കാണാറുണ്ട്. എവിടെയെങ്കിലൊക്കെ ചെല്ലുമ്പോൾ ചേട്ടനെ ഹഗ് ചെയ്യാൻ പറ്റിയില്ല, രേണുവിനെങ്കിലും ചെയ്തോട്ടെ എന്ന് പറയുന്ന ആ ഒരു ഇതുവരെ എത്തി. അപ്പം എന്നിലൂടെ ചേട്ടനെ ആയിരിക്കും കാണുന്നത്. ചേട്ടന്റെ മൂത്തമ്മ പറഞ്ഞിട്ടുണ്ടായിരുന്നു അച്ഛൻ ഇത്രയും പേര് ഇഷ്ടപ്പെടുന്നുണ്ടെന്ന്. അറിയത്തില്ലായിരുന്നു. ഞാനും കിച്ചു അത് പറയാറുണ്ട്, കാരണം ഞങ്ങൾക്ക് അറിയത്തില്ലായിരുന്നു. കാരണം മലയാളത്തിലെ ഒരുപാട് മഹാന്മാരായിട്ട് നടന്മാരൊക്കെ മരണപ്പെട്ടിട്ടുണ്ട്. പക്ഷെ അവർക്കൊന്നും ഇല്ലാത്തൊരു ജനപിന്തുണ അദ്ദേഹത്തിനോട്, അദ്ദേഹം സ്നേഹിക്കുന്ന ഒരുപാട് മനുഷ്യരില്ലേ. അത് ഇന്നും മറന്നിട്ടില്ല. സാധാരണ ഒരു വർഷം ആകുമ്പം സ്വാഭാവികമായിട്ട് ആൾക്കാരെ മറക്കുന്നതാണ്. പക്ഷെ ഇപ്പോഴും എല്ലാം ഒരു ഏതൊരു അദ്ദേഹത്തിന് ഇഷ്ടപ്പെടുന്നത് ചോദിച്ചാൽ നിറകണ്ണോടെയാണ് അദ്ദേഹത്തിന് ആൾക്കാർ ഓർക്കുന്നത്. അതുകൊണ്ടാണ് അദ്ദേഹത്തിന്റെ കുടുംബത്തെയും അദ്ദേഹത്തിന്റെ ഫാമിലിയും ഇപ്പോഴും ആൾക്കാർ നെഞ്ചിലിരുന്ന ആ ഒറ്റ റീസൺ. അത്രേ ഉള്ളൂ. സൂചിച്ചുള്ള സ്നേഹമാണല്ലോ. നമ്മളാരും ഞാൻ എന്നും ഇന്നെന്നല്ല നാളെയും ഞാനൊന്നുമല്ല, ചേട്ടനാണ്. ചേട്ടൻ്റെ പേരിലാണ്, അല്ലെങ്കിൽ ചേട്ടനോടുള്ള ഇഷ്ടം കൊണ്ടാണ് എല്ലാവരും നമ്മളെ സ്നേഹിക്കുന്നതും അടുത്ത് വന്ന് എന്തുണ്ട് വിശേഷം, മക്കൾക്ക് സുഖമാണോ എന്ന് ചോദിക്കുന്നത്. അവരുടെ ഒരു വീട്ടിലെ അംഗത്തെ പോലായിരുന്നു ചോദിച്ചത്. അതുകൊണ്ടാണ്. സോഷ്യൽ മീഡിയയിൽ ഒരുപാട് പേര് ഇനി രേണു പുതിയ കല്യാണം കഴിക്കാൻ അത് പറയുന്നുണ്ട്. കുറച്ച് ആൾക്കാർ നല്ല രീതിയിൽ പറയുന്നുണ്ട് ആ കുട്ടിക്ക് നല്ലൊരു ഭാവി വരണ്ടേ. ഞാനൊരു കാര്യം ചോദിച്ചു, കല്യാണം കഴിച്ചാലും കഴിച്ചില്ലേലും ഈ പറയുന്നവർക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഇവരുടെ ആരുടെ വീട്ടിൽ നല്ലല്ലോ. എനിക്ക് ഈ പറയുന്ന ആരെങ്കിലും കൊണ്ട് എല്ലാം കൊണ്ട് തരുന്നുണ്ടോ? അതുമില്ല. ഇവര് എന്തെങ്കിലുമൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കും. ഞാൻ എന്തായാലും ഇന്നീ നിമിഷവും സുധിച്ചേട്ടൻ്റെ വൈഫായിട്ട് തന്നെയാണ് നിൽക്കുന്നത്. ഞാൻ വേറെ കല്യാണം കഴിച്ചിട്ടില്ല എന്നാണ്. വേറെ കല്യാണം കഴിക്കാൻ താല്പര്യമില്ല? ഒരു താല്പര്യം ഇതുവരെ ഇല്ല. അതെ, ഇല്ല, ഇതുവരെ ഇല്ല. പ്രേക്ഷകരോടൊന്ന് പറയാം. എനിക്ക് ഇതുവരെയായിട്ട് സത്യം പറഞ്ഞാൽ പ്രിയ പ്രേക്ഷകരെ വേറെ പുതിയ കല്യാണം കഴിക്കാനൊന്നും ഒരു താല്പര്യമില്ല, ഇതുവരെ ഇല്ല. ഇനി അതിന്റെ പേരിൽ ഇനി പൈൻ്റെ കമന്റ് വരും, ഇതുവരെ ഇല്ല, ഇനി നാളെ ഉണ്ടാവും. നാളത്തെ കാര്യം ദൈവത്തിന്റെ കയ്യിലാണ്. നാളെ നമ്മൾ ഉണ്ടോ ഇല്ലയോ എന്ന് തന്നെ ദൈവത്തിനെ അറിയത്തുള്ളൂ. അടുത്ത നിമിഷം ചേട്ടൻ്റെ ഓർമ്മയുണ്ട്. ഓർമ്മ നന്നായിട്ടുണ്ട് ചേട്ടന്. ഓരോ ദിവസം നമ്മളത് പറയുന്നില്ലെന്നേ ഉള്ളൂ, പക്ഷെ എന്നും ഓർമ്മയുണ്ട് ചേട്ടൻ. എന്നും ഇപ്പോൾ ഓർത്ത് കരയാനോ അല്ലെങ്കിൽ അതൊന്നും നമുക്ക് പറ്റത്തില്ല. നമ്മൾ മനുഷ്യരാണ്, മറക്കേണ്ട കാര്യങ്ങൾ മറക്കണം. പക്ഷെ എന്നാലും വിഷമിക്കുന്ന കാര്യങ്ങൾ മറന്നാലും നമ്മൾ എന്നും ചേട്ടൻ്റെ ഓർമ്മയിൽ തന്നെ ജീവിക്കും. ഇന്നത്തെ സമൂഹത്തിന്റെ ധാരണയാണ് ഇപ്പം ഹസ്ബൻഡ് മരണപ്പെട്ടു പോയാൽ റീൽസ് ചെയ്തുകൂടാ. ഞാൻ നിർത്തിയതായിരുന്നു റീൽസ്. അത് പറഞ്ഞപ്പോൾ ഞാൻ കുറച്ച് കാലം മുന്നേ നിർത്തിയതായിരുന്നു. പിന്നെ എനിക്കങ്ങ് വാശിയായിപ്പോൾ ഞാൻ ചെയ്തു തുടങ്ങി റീൽസ്. എൻ്റെ മൈൻഡ് ഇതാക്കണ്ടേ? എന്തിനു മറ്റുള്ളവർ അവനവൻ്റെ സന്തോഷം കണ്ടെത്തുന്നു. ഞാൻ അവിടെ ഇരുന്ന് കരഞ്ഞുകൊണ്ടിരുന്നിട്ട് കാര്യമില്ലല്ലോ. അപ്പം എനിക്കതുകൊണ്ട് എന്നെ സപ്പോർട്ട് ചെയ്യുന്ന എന്താ പറയുക 10% പേരാണ്, അത് മതി. ഉണ്ട് 10 പേരുണ്ട്, അല്ലെങ്കിൽ 10% പേര് എൻ്റെ കൂടെ 1% എങ്കിലും സപ്പോർട്ട് ചെയ്യുന്നവരുണ്ടെങ്കിൽ ഞാൻ ഹാപ്പിയാണ്. ബാക്കിയുള്ളവരും എനിക്ക് ഞാനത് മൈൻഡ് ചെയ്യത്തില്ല. ഞാൻ എൻ്റെ ടൈം കളയാൻ വേണ്ടി റീൽസ് ചെയ്യുന്നു. പുതിയ ഇത് ഇന്നത്തെ ഈ സീസണിൽ ഈ നാടകങ്ങൾ ചെയ്യുന്നില്ലേ? ഒരു സീസൺ ഈ നാടകങ്ങൾ ചെയ്യും. വേറെ ബുക്കിംഗ് അടുത്ത പ്രോഗ്രാമൊക്കെ ഉണ്ട്. അത്